നമ്മുടെ രാജ്യത്തും ഈ ലോകത്തും ഓരോ വർഷം ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അത് വളരെ കൂടുതലാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഒരു സോ കോൾഡ് മെൻസ് റൈറ്റ് ആക്ടിവിസ്റ്റ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കത്തില്ല. കാരണം അവർ പുരുഷന്മാരുടെ ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ എതിർവശത്ത് ഒരു സ്ത്രീ ഉൾപ്പെടുക തന്നെ വേണം. ഇവർക്ക് ഈ ആത്മഹത്യകളിൽ ശരിക്കും കൺസേൺ ഉണ്ടായിരുന്നെങ്കിൽ അത് തടയാനുള്ള സൊല്യൂഷൻസ് അവർ ആലോചിക്കുമായിരുന്നു. പക്ഷേ അവർക്ക് താല്പര്യം സ്ത്രീകളെ ബ്ലെയിം ചെയ്യാനും എല്ലാത്തിനും കാരണം ഫെമിനിസം ആണെന്ന് പറയാനും മാത്രമാണ്. എന്നാൽ ഈ ആത്മഹത്യകൾ തടയാനായിട്ട് ഈ സോ കോൾഡ് മെൻസ് റൈറ്റ് ആക്ടിവിസ്റ്റുകൾ മുന്നോട്ട് വച്ച കുറെ ആശയങ്ങളുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ദിസ് സൊല്യൂഷൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ക്രിയേറ്റിംഗ് എ സപ്പോർട്ട് സിസ്റ്റം ഫോർ മെൻ where they can talk about these issues, seek consulting, seek therapy or get help. ഇവരിപ്പോൾ പറയുന്ന സൊല്യൂഷൻസ് രാജ്യത്ത് മെയിൽ സൂയിസൈഡ് വർദ്ധിക്കാൻ കാരണമായ പ്രധാന 2 കാര്യങ്ങളെ അഡ്രസ് പോലും ചെയ്യുന്നില്ല. മെന്റൽ ഹെൽത്ത് ക്രൈസിസിനെയും ഫിനാൻഷ്യൽ ബർഡനെയും. ഇനി ഇവർ പ്രൊപ്പോസ് ചെയ്ത സോ കോൾഡ് സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. സീക്ക് 10 to 20 lakh dowry upfront, beat your wife and keep her under control. സ്വന്തം ഭാര്യയെ കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്തുക. ഇതുവരെ പ്രപ്പോസ് ചെയ്ത കുറച്ച് ആശയങ്ങളിൽ ചിലതാണ്. അപ്പോൾ ഇന്ത്യയിലെ മെൻസ് റൈറ്റ് ആക്ടിവിസ്റ്റുകൾക്ക് മെയിൽ സൂയിസൈഡ് ഒരു ഇഷ്യൂ അല്ല. ഏതുവരെ അവർക്ക് ബ്ലെയിം ചെയ്യാൻ അപ്പുറത്ത് പ്രതിയായ ഒരു സ്ത്രീ ഉണ്ടാകുന്നത് വരെ.